കാലപ്പഴക്കം കാരണം ബലക്ഷയം സംഭവിച്ച ചപ്പാരപ്പടവ് പാലം പുനരുദ്ധീകരിക്കാനുള്ള നടപടികൾ വർഷങ്ങൾ കഴിഞ്ഞിട്ടും എങ്ങും എത്തിയില്ല. 4 പതിറ്റാണ്ട് പഴക്കമുള്ള പാലത്തിന്റെ തൂണുകളും സ്ലാബുകളും ജീർണാവസ്ഥയിലാണ്. ഭാരം കയറ്റിയ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ പാലത്തിന്റെ കോൺക്രീറ്റ് ഭാഗങ്ങൾ താഴത്തെ റോഡിലേക്ക് കടന്നു വീഴുന്നത് യാത്രക്കാരുടെ ജീവന് ഭീഷണിയാകുന്നുണ്ട്. മലയോരത്തെ ഒട്ടേറെ പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്നതാണ് ചപ്പാരപ്പടവ് പാലം. കോൺക്രീറ്റിനുള്ളിലെ കമ്പികളെല്ലാം പൂർണ്ണമായും തുരുമ്പിച്ച നിലയിലാണ്. പുഴയിലൂടെ ഒഴുകിവന്ന മരങ്ങളിടിച്ച് പാലത്തിന്റെ തൂണുകൾക്കും ബലക്ഷയം സംഭവിച്ചിട്ടുണ്ട്. പൊതുമരാമത്ത് വകുപ്പ് ബലപ്പെടുത്തുമെന്ന് പ്രഖ്യാപിച്ച പാലങ്ങളുടെ പട്ടികയിൽ ആദ്യം ചപ്പാരപ്പടവ് പാലവും ഉൾപ്പെട്ടിരുന്നെങ്കിലും പിന്നീട് ഇതിനെ ഒഴിവാക്കുകയായിരുന്നു. ഇപ്പോൾ ചപ്പാരപ്പടവ് പാലം 40 വർഷത്തിലധികമായി ഈ പാലം ഇവിടെ പണിതിട്ട്. ഇപ്പോൾ ഒരു സമീപകാലത്താണ് ഇതിങ്ങനെ ഒരു ഭീകരമായ രീതിയിൽ ഏത് സമയത്ത് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാനാകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അതൊരു അപകടം, ഏറ്റവും വലിയൊരു അപകടം സംഭവിച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ മറ്റ് കാര്യങ്ങൾ ആലോചിക്കുന്നതിനേക്കാളും നല്ലത് ഉത്തരവാദപ്പെട്ട ആളുകൾ ഇപ്പോൾ തന്നെ അതിൻ്റെ തുടർ നടപടികളായിട്ട് മുന്നോട്ടേക്ക് പോയാൽ ഒരു വലിയ അപകടത്തിൽ നിന്നും ഈ നാടിനെയും നാട്ടുകാരെയും രക്ഷിക്കാൻ വേണ്ടി സാധിക്കും. ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സംഘം പാലം പരിശോധിച്ച് ബലക്ഷയമുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. എന്നാൽ അതിനുശേഷം നടപടികളൊന്നും ഉണ്ടായില്ല. പാലം ബലപ്പെടുത്താൻ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉടൻ നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. 24 കണ്ണൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.